സംഖ്യ അധ്യായം 25. പെയോറിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോട് അരുളി ചെയ്തു, ജനത്തിൻ്റെ തലവന്മാരെ പിടിച്ച് കർത്താവിൻ്റെ മുൻപാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിൻ്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പെയോറിലെ ബാലിൻ്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ടു നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണെ ഒരു ഇസ്രായേൽക്കാരൻ തൻ്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്നും പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും, ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എൻ്റെ തീഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എൻ്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനുശേഷം അവൻ്റെ സന്തതികൾക്കും നിത്യ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തൻ്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിൻ്റെ മകൻ സിമ്രി ആണ്. കൊല്ലപ്പെട്ട മിദിയാൻകാരി മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിൻ്റെ മകൾ കൊസ്ബി ആകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ചു നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. സംഖ്യ അധ്യായം 26. രണ്ടാമത്തെ ജനസംഖ്യ. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തിന്റെ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20 അതിനുമേലും വയസ്സുള്ളവരെ ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്: ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബൻ, റൂബന്റെ പുത്രന്മാരായ ഹനോക്ക്, ഫല്ലു, ഹെസ്രോൺ, കർമ്മി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബ്. ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാഥാൻ, അബീറാം. കോറഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ദാഥാനും അബീറാമും ഇവർ തന്നെ. ഭൂമി വാപിളർന്ന് കോറഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോറഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാഖീൻ, യാമീൻ, സേരഹ്, ഷാവൂൾ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ശിമയോൻ ഗോത്രത്തിൽ 20,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹഗ്ഗി, ഷൂനി, ഓസ്നി, ഏരി, അരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 44,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും. ഏരും ഓനാനും കാനാൻ ദേശത്തു വെച്ച് മരിച്ചു. യൂദാ ഗോത്രത്തിൽ ഷേലഹ്,
പേരസ്, സേരഹ് എന്നിവരുടെ കുലങ്ങൾ. പേരസിന്റെ കുലത്തിൽ ഹെസ്രോൻ, ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാക്കർ ഗോത്രത്തിൽ തോല, പുബാഹ്, യാഷൂബ്, ഷിമ്രോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൺ ഗോത്രത്തിൽ സെരദ്, ഏലോൻ, യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ 60,500 ആളുകൾ. ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാഖീർ. മാഖീർ ഗിലെയാദിന്റെ പിതാവായിരുന്നു. ഗിലെയാദിൽ നിന്ന് യേസർ, ഹേലെക്, അസ്രിയേൽ, ഷെക്കെം, ഷെമിദ, ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹേഫറിന്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 50,700 ആളുകൾ. എഫ്രായിം ഗോത്രത്തിൽ ഷുത്തേലാഹ്, ബേക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്തേലാഹിന്റെ മകനാണ് ഏരാൻ. ഇവയുൾപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ 30,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹിറാം, ഷെഫുഫാം, ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഷൂഹാമിന്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷേർ ഗോത്രത്തിൽ യമ്ന, യഷ്വി, ബറിയ എന്നിവരുടെ കുലങ്ങൾ. ബറിയായുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിനു സേറ എന്നൊരു പുത്രിയുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹസേൽ, ഗൂനി, യേസർ, ഷില്ലേം എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനം ആകെ 6,01,730 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും. അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ടു വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കൊഹാത്ത്, മെറാറി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോരഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കൊഹാത്ത് അമ്രാമിന്റെ പിതാവാണ്. യോക്കെബേദ് ആയിരുന്നു അമ്രാമിന്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവർ. നാദാബും അബിഹുവും കർത്താവിന്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറീക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ വച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായി മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യഫുന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷ്വയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല.